അശാസ്ത്രീയമായ നിർമ്മാണം കാരണം മത്സരങ്ങൾ നടത്താനാകാത്ത ഒരു മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ കഥയാണ് ഇനി പൊതുജനം കഴുതിയല്ലേ സാർ എന്ന പരിപാടി പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. കളിക്കാരുടെ മുഖത്തേക്ക് നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിൽ കിഴക്ക് പടിഞ്ഞാറായാണ് നെടുമങ്ങാട് പുലിപ്പാറ മിനി സ്റ്റേഡിയം നിർമ്മിച്ചത്. ഇതിനാൽ വോളിബോൾ, ബാഡ്മിന്റൺ മത്സരങ്ങൾക്കായി നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ കളിക്കാൻ ആരും വരാതെയായി. നാശത്തിന്റെ വക്കിലാണ് സ്റ്റേഡിയം ഇപ്പോൾ. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ആവശ്യം പരിഗണിച്ച് തിരുവനന്തപുരത്തെ നെടുമങ്ങാട് നഗരസഭ ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിയാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകുന്നു. അതാണ് ഈ സ്റ്റേഡിയം. പക്ഷേ നിർമ്മാണം പൂർത്തിയാകാതെ കാര്യമായ മത്സരങ്ങളോ പരിശീലനങ്ങളോ ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അതിലേക്കാണ് ഇനി. നെടുമങ്ങാട് നഗരസഭ ബാഡ്മിന്റൺ, വോളിബോൾ മത്സരങ്ങൾക്കായി നിർമ്മിച്ച സ്റ്റേഡിയമാണിത്. പക്ഷേ ഒരു പ്രശ്നം, പകൽ സമയത്ത് ഈ സ്റ്റേഡിയത്തിൽ മത്സരം നടത്താൻ കഴിയില്ല. കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് കോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനാൽ രാവിലെ കിഴക്ക് അഭിമുഖമായി മത്സരിക്കുന്ന ടീമിനും വൈകിട്ട് പടിഞ്ഞാറ് അഭിമുഖമായി മത്സരിക്കുന്ന ടീമിനും സൂര്യപ്രകാശം കാരണം ഒന്നും കാണാനാകാത്ത സ്ഥിതി. ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയാൻ അതിൻ്റേതായിട്ട് ഒരു ഫെസിലിറ്റീസ് ഇതിൻ്റെ ഉള്ളിലില്ല. പൊതുവെ പറഞ്ഞാൽ കളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വരുന്ന ടീംസൊക്കെ അവർ തെറി വിളിച്ചിട്ടാണ് പോകാറ്. പിന്നെ ഒരു വട്ടം അവർ കളിക്കാൻ ഇങ്ങോട്ട് വരത്തില്ല, ഒരു വട്ടം വന്നിട്ട് പോയാൽ. സ്റ്റേഡിയം നിർമ്മിച്ചതിന് പിന്നാലെ ചില മത്സരങ്ങൾ നടന്നു. മത്സരിക്കാനെത്തിയ ടീമുകൾ ഗ്രൗണ്ടിനെതിരെ പരാതി നൽകി. അങ്ങനെ ഒടുവിൽ ആരും കളിക്കാൻ വരാതെയായി. ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇതാണ്. ഇതിൻ്റെ സ്ട്രക്ചറൽ പ്രോബ്ലം തന്നെയായിരിക്കും ഇവിടെ ഇതുപോലെയുള്ള ടൂർണമെൻറ്റ്സ് നടത്താൻ പറ്റാത്തത്. കിഴക്ക് പടിഞ്ഞാറ് വെട്ടം അങ്ങനെ അടിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ രാവിലെ ഒന്നും വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി ഇവിടെ ഉണ്ട്. ഒരു ഓപ്പൺ ജിമ്മുണ്ട്, അതും തുറന്നു കൊടുക്കുന്നില്ല. വെള്ളം കെട്ടി മഴയൊക്കെ അതൊരു മെയിൻ്റെനൻസിന് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എല്ലാം ചീത്തയായി. അങ്ങനെയാണ് പല പയ്യന്മാരും ഇവിടെ നിർത്തിയത്. അപ്പോൾ ഈ യുവാക്കൾക്ക് ഇവിടെ കളിക്കാൻ ഒരു സാഹചര്യം കുറേ വർഷമായിട്ടില്ല. ഒരു ഗെയിമും കളിക്കാനുള്ളൊരു സംവിധാനമില്ല. അതായത് നാട്ടിൻപുറത്ത് പറയും പോലെ ഗോലി കളിക്കാൻ പറ്റും. ഒരു ഉപയോഗമില്ലാതെ കുറേ പട്ടികൾ സൂക്ഷ്മമായി പ്രസവിച്ച് കുഞ്ഞുങ്ങളായിട്ട് കഴിയുന്നുണ്ട്. രാത്രി ബാഡ്മിന്റൺ പരിശീലനത്തിനും പകൽ ജിമ്മിനുമായി നഗരസഭ സ്റ്റേഡിയം പുറംകരാർ നൽകിയിരിക്കുകയാണ് നിലവിൽ. 3 കോടിയോളം രൂപയായിരുന്നു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചെലവ്. പൂർണ്ണമായും ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാനായിരുന്നു തുടക്കത്തിൽ പദ്ധതിയിട്ടത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം മിനി സ്റ്റേഡിയമാക്കി മാറ്റിയതാണെന്നും അതുകൊണ്ടാണ് കോർട്ടിന്റെ സ്ഥാനം ശ്രദ്ധിക്കാത്തതെന്നുമാണ് നഗരസഭയുടെ വിശദീകരണം. കെടുകാര്യസ്ഥതയുടെയും ആസൂത്രണമില്ലാത്തതിൻ്റെയും പ്രതീകമായി കഴിഞ്ഞ 10 വർഷമായി ഈ സ്റ്റേഡിയം ഇവിടെ തന്നെയുണ്ട്, ഒരു സ്മാരകമായി. മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളാണ്. നഷ്ടമായത് സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരു തലമുറയുടെ ആഗ്രഹങ്ങളും. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ദീർഘവീക്ഷണം, കൃത്യമായ ആസൂത്രണമില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ആ റിപ്പോർട്ട്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. ഇനി എന്താണ് അതിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടതാണ്. കാരണം 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു സ്റ്റേഡിയമാണ്. അതിനെ ഇനി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ള കാര്യം വളരെ വിശദമായ ഒരു പരിശോധന കാര്യത്തിൽ ഉണ്ടാകും എന്ന് തോന്നുന്നു. സാജു കെ ഡാനിയൽ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്ന ഈ കരവും നികുതിയും രജിസ്ട്രേഷൻ ഫീസും GSTയും ഒക്കെ കൊടുക്കുന്ന പൗരന് ഈ ടോൾ എന്ന് പറയുന്ന സംവിധാനമേ ഇല്ലാതെ എന്നാണ് യാത്ര ചെയ്യാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ്. നേരത്തെ കർണാടക കേരള അതിർത്തിയിലെ, കാസർഗോഡ് അതിർത്തിയിലെ റിപ്പോർട്ട് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചിരുന്നു. ടോളുമായി ബന്ധപ്പെട്ട് അവിടെ പ്രദേശവാസികൾ ഉയർത്തുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. അതിലാണ് അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടാകുന്നത്.